ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ കുറച്ച് ബ്ലഷ് ഉണ്ട്. ആ ബ്ലഷിനെ കുറിച്ചിട്ടുള്ള പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് മേടിക്കാൻ പോകുന്നവരാണെങ്കിൽ ഇത് എന്തായാലും കണ്ടിട്ട് മേടിക്കാനായിട്ട് നോക്കുക. ഏതൊക്കെയാണ് ലോങ് ലാസ്റ്റിംഗ്, ഏതൊക്കെയാണ് വർത്ത് ഇറ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 4 ബ്ലഷസ് ആണ്. ഇത് 4ഉം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബ്ലഷസ് കൂടിയാണ്. 250 റുപ്പീസിൻ്റെ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. 100 റുപ്പീസിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് മേടിച്ചൊരു ബ്ലഷാണ്. ബ്ലൂ ഹെവൻ്റെ കിസ് ആൻഡ് ബ്ലഷാണ് ഞാൻ മേടിച്ചത്. ഇത് നമുക്ക് ലിപ്പിലും ചീക്കിലും ഐസിലും നമുക്ക് ഐ ഷാഡോ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ബ്ലഷ് കൂടിയാണ്. ഇതിൻ്റെ ഷെയ്ഡ് നെയിം വരുന്നത് റോസി ഡസ്ക് ആണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ വരുന്നത് മാംഗോ ബട്ടറാണ്. മാംഗോ ബട്ടറും ആപ്രിക്കോട്ടിൻ്റെ ഓയിലും ഹൈഡ്രേറ്റിംഗ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ അവക്കാഡോ ഓയിലും ഇതിലുണ്ട്. അത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊട്ടക്ഷൻ തരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഇത് 7 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരെണ്ണം റോസി ഡസ്ക് ആണ് ഇപ്പോൾ പറഞ്ഞത്. ബാക്കി കോറൽ ബ്ലഷ് വരുന്നുണ്ട്, ഫ്ലാഷി പിങ്ക്, ഗ്ലിറ്ററിങ് മജന്ത, മെറ്റാലിക് കോപ്പർ, മ്യൂട്ടഡ് പീച്ച്, റോസ്റ്റഡ് ബെറി, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിനും നിങ്ങളുടെ ഫേസിനൊക്കെ ഏതാണ് മാച്ച് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. എൻ്റെ ഒപ്പീനിയനിൽ ഇതൊരു ഓക്കെ പ്രൊഡക്റ്റാണ്. ഞാൻ കുറച്ചൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഞാൻ ഇതിലൊന്നും യൂസ് ചെയ്തിരുന്നില്ല. ആകെ ഞാൻ ചീക്കിൽ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. പിന്നെ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയാനായിട്ട് അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ഇല്ല, എന്നാലും കുറച്ച് നേരമൊക്കെ ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 299 ആണെങ്കിലും നമുക്ക് ഓൺലൈനിൽ നല്ല വില കുറവിൽ ഇത് കിട്ടുന്നുണ്ട്. ആമസോണിൽ 217ലും മിന്ത്രയിൽ 230ക്കും പർപ്പിളിൽ 248നാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പല ഷെയ്ഡ്സിനും ഓഫർ വരുമ്പോൾ ഡിഫറൻസസ് ഉണ്ടാകുന്നുണ്ട് റേറ്റിൽ. അപ്പോൾ നിങ്ങളുടെ ഷെയ്ഡ്സ് ഏതാണെന്ന് നോക്കി മേടിക്കാനായിട്ട് നോക്കുക. നെക്സ്റ്റ് ഞാൻ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നൊരു ബ്ലഷാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻവൈബയുടെ പ്രോ സ്ട്രോപ്പ് ക്രീമാണ്. എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഇതിൻ്റെ മേടിച്ചത് റോസ് ഡയമണ്ട് ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളത് ഒരു ഓൾഡ് പാക്കേജിംഗ് ആണെന്നാണ് തോന്നുന്നത്. ഇത് നമുക്ക് പ്രൈമറായിട്ടും ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്യാനും ഹൈലൈറ്ററായിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മോയ്സ്ചറൈസറായിട്ടും യൂസ് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. ഇതൊരു 12 ഗ്രാം പാക്കാണ് ഞാൻ മേടിച്ചത്. അതേപോലെ ഇത് ലിക്വിഡ് ഫോമിലാണ് വരുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കിത് വലിയൊരു വർക്ക് പോലെ തോന്നിയിട്ടില്ല. ഭയങ്കര ഒരു സിൽക്കി എഫക്റ്റാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് ഫേസിലൊക്കെ ഇടുമ്പോൾ. അതേപോലെ നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ തന്നെ ഈ ലിക്വിഡ് ഫോം ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് എല്ലായിടത്തും സ്പ്രെഡായിട്ട് പോവുകയായിരുന്നു. ഫസ്റ്റ് യൂസ് തന്നെ എനിക്ക് എടുത്തപ്പോൾ ഇതാകെ സ്പ്രെഡായിട്ട് ആണ് നമുക്കിത് പുറത്തേക്ക് വരുന്നത്. പിന്നെ എടുക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ അപ്ലൈ ചെയ്യുന്ന ആ വരുന്നതും രീതിയൊന്നും ഇഷ്ടമായില്ല. എന്നാലും ഭയങ്കര സിൽക്കി ആയിട്ട് നമുക്ക് മുഖത്തിങ്ങനെ എപ്പോഴും കാണും. നമ്മുടെ മുഖത്തൊരു ബ്ലഷിൻ്റെ സംഭവം ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. എനിക്കങ്ങനെ കാണാണ്ടിരിക്കുന്ന ഒരു ബ്ലഷാണ് ഇഷ്ടം. അതുകൊണ്ട് എനിക്കത് അത്ര വർക്കായില്ലത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഗോൾഡ് സഫയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡുണ്ട്. അതാവും കുറച്ചും കൂടി ഹൈലൈറ്റർ ആയിട്ട് നല്ലത്. ഇതിൻ്റെ റോസ് ഡയമണ്ടും ഗോൾഡ് സഫയറും അല്ലാതെ വേറെ 2 ഷെയ്ഡ്സും കൂടി ഉണ്ട്. പിങ്ക് ടോപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടും പിന്നെ നാച്ചുറൽ സിൽവർ എന്ന് പറഞ്ഞിട്ട്. ഞാൻ മേടിക്കുമ്പോൾ റോസ് ഡയമണ്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 260 ആയിരുന്നു. ഇപ്പോൾ 12 ഗ്രാമിന് 269 ആണ്. പക്ഷേ ഇത് പർപ്പിളിൽ 207 അവൈലബിൾ ആണ്. പർപ്പിളിലും എൻവൈബയുടെ സ്റ്റോറിലും മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഞാൻ മേടിച്ചൊരു ബ്ലഷായിരുന്നു ഇൻസൈറ്റിൻ്റെ ബ്ലഷർ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലഷ് ാണിത്. വെറും 90 രൂപ മാത്രമാണ് ഇതിന് വരുന്നത്. ബാക്കി ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഇതിൻ്റെ ഡെമോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പോയി കണ്ടു നോക്കുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഏതൊക്കെ ഷെയ്ഡാണെന്നുള്ളത് ഞാനതിൽ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബ്ലഷ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്ലഷ് കൂടിയാണ്. ലാക്മേയുടെ ലൂമി ലിറ്റ് ക്രീം എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ഹൈലൈറ്റർ ആൻഡ് മോയ്സ്ചറൈസറാണ്. ഇതും ഞാൻ കുറേയധികം ഇൻഫ്ലുവൻസേഴ്സ് റിവ്യൂ ഇട്ടിട്ട് കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. ഇതിൻ്റെ ഷെയ്ഡ് നെയിം എന്ന് പറയുന്നത് ഞാൻ വാങ്ങിയത് ഡ്യൂവി റോസ് ആണ്. ഇതൊരു ക്രീമി ടൈപ്പാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ചാണ്. നമ്മുടെ സ്കിന്നിന് ഒരു മോയ്സ്ചറൈസിങ്ങും ഇത് തരുന്നുണ്ട്. ഇൻഗ്രീഡിയൻസിൽ മെയിനായിട്ട് ഹൈലറോണിക് ആസിഡ് ഉണ്ട്. സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ നയാസിനമൈഡും വിറ്റമിൻ B6ഉം ഇതിലുണ്ട്. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് ക്രീമാണിത്. ഇതിൻ്റെ വേറെ 2 ഷെയ്ഡ്സ് വരുന്നത് സിൽവർ ഷിമ്മറും ഗോൾഡൻ ഗ്ലേസും ആണ്. ഇതൊരു 3D ഗ്ലോ തരുമെന്നാണ് ഇവർ പറയുന്നത്. ഇത് 3 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. മോയ്സ്ചറൈസറായിട്ടും പ്രൈമറായിട്ടും ഹൈലൈറ്ററായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. പ്രൈമറായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ ഫൗണ്ടേഷന് മുന്നേ അപ്ലൈ ആക്കുക, അല്ലെങ്കിൽ ഫൗണ്ടേഷനായിട്ട് മിക്സ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം ഞാൻ കൂടുതലും യൂസ് ചെയ്യിക്കുന്നത് ഹൈലൈറ്ററായിട്ടാണ് ഞാൻ യൂസ് ആക്കുന്നത്. എനിക്ക് നല്ലൊരു ഓക്കെ പ്രൊഡക്റ്റാണിത്. 3D ഒന്നും കിട്ടുന്നില്ലെങ്കിലും നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. ഇതൊരു 30 ഗ്രാം പ്രൊഡക്റ്റാണ്. 30 ഗ്രാമിന് 349 ആണ്. പക്ഷേ എല്ലാ ഓൺലൈൻ സ്റ്റോറിലും ഇതൊരു 250-260 റേഞ്ചിൽ എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ആമസോണിൽ 241ഉം മിന്ത്രയിൽ
മോഡൽ 209 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈറ്റിൽ പോയിട്ട് മേടിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങളും ഇതിലേതെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെയാണ് റിവ്യൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കാം താഴെ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.